ഗണേഷ് കുമാറിനെതിരെ ജ്യോതികുമാർ ചാമക്കാലയുടെ ഭൂരിപക്ഷം 4500 കടന്നു. ജ്യോതികുമാർ ചാമക്കാലയുടെ ഭൂരിപക്ഷം കാൽ നൂറ്റാണ്ട് 25 വർഷം MLA ആയിരുന്ന KB ഗണേഷ് കുമാർ പരാജയപ്പെടാൻ പോകുന്നു. 15,000 കടന്നിരിക്കുന്നു. ഉടുമ്പൻചോലയിൽ സേനാപതി വേണുവിന് 15,000-ലധികമായി ഇപ്പോൾ ലീഡ് ഉയർത്താൻ സാധിച്ചിട്ടുണ്ട്. രഞ്ജിത്ത്, തീർച്ചയായും 14,392 ബിന്ദു കൃഷ്ണ ഭൂരിപക്ഷം കൊല്ലത്ത് നേടുന്നു. ക്ഷമിക്കണം, ലീഡ് നേടുന്നു. 14,392 ബിന്ദു കൃഷ്ണയുടെ ലീഡ്. കൊല്ലത്ത് മിക്ക മണ്ഡലങ്ങളിലും സേനാപതി വേണുവിന്റെ 15,450 ലീഡ് കടക്കുകയാണ്. ജ്യോതികുമാർ ചാമക്കാല 4,017 തന്റെ ലീഡ് ഉയർത്തുന്നു. പുതുക്കാട്ട് KK രാമേന്ദ്രന്റെ ഭൂരിപക്ഷം കുറയുന്നു, 797 കുറയുന്നു. പുതുക്കാടൊക്കെ വളരെ ശക്തമായ ഇടതുപക്ഷ കോട്ടയാണെന്നും കൂടി നമ്മൾ ഓർക്കണം. നെന്മാറയിൽ K പ്രേമന്റെ ഭൂരിപക്ഷം 3,376 ലീഡ് കുറയുന്നു. കണക്കൂട്ടത്ത് V മുരളീധരൻ 8 വോട്ടുകൾക്ക് ഇപ്പോഴും മുന്നിൽ നിൽക്കുന്നു. രാജ് ചന്ദ്രശേഖരന്റെ ലീഡ് 4,686 നിൽക്കുന്നു. നമുക്കിനി ഇപ്പോ തമിഴ്നാട്ടിലേക്കും ബംഗാളിലേക്കും ഒന്ന് പോകണം. അല്ല, ഇവിടെ കല്യാശ്ശേരിയിൽ M വിജിൻ വിജയം ഉറപ്പിച്ചു എന്ന് പറയുന്നു. തമിഴ്നാട്ടിലേക്കും ബംഗാളിലേക്കും ഒന്ന് പോകണം. അപ്പോൾ 15,545 വോട്ടിന് വിജയം ഉറപ്പിച്ചിരിക്കുന്നു. അവിടെ തമിഴ്നാട്ടിൽ പശ്ചിമ ബംഗാളിൽ നമുക്ക് തമിഴ്നാട്ടില് 109 വിജയിയുടെ TVK കുതിച്ചെത്തുകയാണ്. 57 സീറ്റുകൾ മാത്രം ലീഡ് ചെയ്ത് അമ്പേ തകർന്നു പോയിരിക്കുന്നു DMK. എല്ലാ സർവേകളും DMK അധികാരത്തിൽ വരുമെന്ന് പറഞ്ഞപ്പോ 2 സർവേകൾ മാത്രമാണ് TVKക്ക് മേധാവിത്വം പ്രഖ്യാപിച്ചത്. അത് ഇപ്പോൾ സത്യമായിരിക്കുന്നു. 9 സർവേകളിൽ 7 സർവേകളും DMK അതിശക്തമായി അധികാരത്തിൽ തിരിച്ചു വരുമെന്ന് പറഞ്ഞപ്പോ അത് പൂർണ്ണമായും തെറ്റിയിരിക്കുന്നു. എന്താണ് വിജയ് ഫാക്ടർ എന്നുള്ളത് തമിഴ് ജനത കാണിച്ചു കൊടുത്തിരിക്കുന്നു. ഒരു തരത്തിലുള്ള പാർട്ടി സംവിധാനവും ഇല്ലാതെ, ആരും കൂടെയില്ലാതെ, പ്രവർത്തന പരിചയമുള്ള നേതാവില്ലാതെ വിജയ് ഒറ്റയ്ക്ക് നയിച്ച പോരാട്ടം തമിഴ്നാട്ടിൽ മറ്റൊരു MGRനെ സൃഷ്ടിക്കുകയാണ്. പക്ഷേ അതെ, ഒരു തരത്തിലും ബാധിച്ചിട്ടില്ല. മറ്റൊരു MGR തമിഴ്നാട്ടിൽ ഉദയം ചെയ്യുന്നു. വിജയ് എന്ന നേതാവിന്റെ ചുമലിലേറി TVK ഭരണത്തിലേക്ക് വരുന്നു. പക്ഷേ അവർക്ക് കേവല ഭൂരിപക്ഷമായിട്ടില്ല. ഒരുപക്ഷെ AIDMKയുടെയോ BJPയുടെയോ പിന്തുണ അവർക്ക് ആവശ്യം വന്നേക്കാം. പശ്ചിമ ബംഗാളിൽ BJP തൂത്തുവാരുന്നു. BJPക്ക് കേവല ഭൂരിപക്ഷം കഴിഞ്ഞു. 3 വർഷമായി 3 ടേമായി നടന്ന മമതാ ഭരണം പൂർണ്ണമായും ഇല്ലാതാകുന്ന പശ്ചാത്തലം പശ്ചിമ ബംഗാളിൽ സംഭവിക്കും. അസമിലും പുതുച്ചേരിയിലും NDA സഖ്യം തുടർന്നു. അങ്ങനെ 4 സ്റ്റേറ്റുകളിൽ ഭരിച്ച സംസ്ഥാനങ്ങൾ ഒഴിച്ച് ബാക്കി എല്ലായിടത്തും ഭരണവിരുദ്ധ 4 സ്റ്റേറ്റുകളിൽ പ്രധാനപ്പെട്ട കാര്യം. ബംഗാളിലെ അടക്കം ഈ വലിയ വിജയങ്ങൾക്ക് ജനങ്ങൾക്ക് നന്ദി പറയാൻ അഭിലാഷ്, LDFന്റെ വോട്ട് വിഹിതം 28% കുറഞ്ഞിരിക്കുന്നു എന്നാണ് CNN ന്യൂസ് 8 ഇപ്പോൾ കാണിക്കുന്ന കാർഡ്. 28% വോട്ട് വിഹിതം കുറഞ്ഞിരിക്കുന്നു എന്നാണെങ്കിൽ അടിസ്ഥാന വോട്ടുകൾ പോലും നഷ്ടപ്പെട്ടിരിക്കുന്നു എന്ന ഒരു സാഹചര്യമാണ്. പണ്ടൂരിൽ AP അനിൽകുമാർ 18,056 വോട്ടുകൾക്ക് മുന്നിൽ, പയ്യന്നൂരിൽ കുഞ്ഞികൃഷ്ണൻ 3,805 വോട്ടുകൾക്ക് മുന്നിൽ നിൽക്കുന്ന പശ്ചാത്തലം ഉണ്ടാകുന്നു. ഒപ്പം ചാണ്ടിയൂമന്റെ ഭൂരിപക്ഷം 40,000 കടന്നു. 40,100 ചാണ്ടിയൂമൻ എത്തുന്നു. അങ്ങനെ ചാണ്ടിയൂമൻ ഐതിഹാസിക വിജയം നേടുന്നു. എഴുത്തള്ളാൻ പറ്റുന്ന നേതാവായി ചാണ്ടിയൂമൻ മാറുന്നു. ഒരുപക്ഷെ UDF മന്ത്രിസഭയിലേക്ക് പോലും പരിഗണിക്കത്തക്ക വിധത്തിലുള്ള ഭൂരിപക്ഷത്തിലേക്ക് ചാണ്ടിയൂമൻ മാറുകയാണ്. 40,100 വോട്ടുകൾക്കാണ് പുതുപ്പള്ളിക്കാർ ചാണ്ടിയൂമനെ വരവേറ്റിരിക്കുന്നത്. 7 റൗണ്ട് പൂർത്തിയാകുമ്പോൾ BJP വീണ്ടും മുന്നിലേക്ക് എത്തുന്നു. ചാത്തന്നൂരിൽ BJP മുന്നിൽ, ചാത്തന്നൂരിൽ BJP മുന്നിൽ, 663 വോട്ടുകൾക്ക് BJP മുന്നിൽ. ചാത്തന്നൂരിൽ 663 വോട്ടുകൾക്ക് BJP മുന്നിൽ. ചാത്തന്നൂരിൽ 663 വോട്ടുകൾക്ക് BJP മുന്നിൽ. ലീഡ് വർദ്ധിപ്പിക്കുന്നുണ്ട്. 1625. പിണറായി വിജയന്റെ ലീഡ് 3659 പിണറായി വിജയൻ ലീഡ് 3659. വർക്കലയിൽ ജോയിയുടെ ലീഡൊക്കെ വളരെ കുറവാണ്, 1649. അതാണ് അബ്ദുൾ റഷീദ് പറഞ്ഞത്. എന്നെ പോസ്റ്റർ ഒട്ടിക്കാൻ അനുവദിക്കാത്ത, എനിക്ക് പ്രചരണത്തിന് പോകാൻ അനുവദിക്കാത്ത ഇടങ്ങളിലാണ് ഇനി വോട്ടെണ്ണാനുള്ളത്. അത് ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള നടപടികളാണ് അവിടെ ഉണ്ടായിട്ടുള്ളതെന്ന് അബ്ദുൾ റഷീദ് നേരത്തെ തന്നെ സൂചിപ്പിച്ചു. ഇനി എന്തായാലും ലീഡ് ഉയരും, ജയവും ഉണ്ടാകും. തീർച്ചയായും വലിയ തോതിൽ വൈക്കത്ത് എന്തോ അത്ഭുതമുണ്ടല്ലോ. തൃശ്ശൂരിൽ UDFന്റെ രാജൻ പല്ലൻ വിജയം ഉറപ്പിച്ചു. 13 റൗണ്ട് അവിടെ എണ്ണി കഴിയുന്നു. അപ്പോൾ രാജൻ പല്ലൻ വിജയം ഉറപ്പിച്ചു. നേരത്തെ തന്നെ രാജൻ പല്ലൻ പ്രതികരിച്ചിരുന്നു. അതെ, വൈക്കത്ത് അത്ഭുതം സംഭവിക്കുന്നു. വൈക്കത്ത് UDF മുന്നിൽ വരുന്നു. എത്ര വോട്ടിനാണ് വൈക്കത്ത്? 385 വോട്ടിന് വൈക്കം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇടതിന്റെ കോട്ടയാണ്. ഇതുവരെ തോൽക്കാത്ത മണ്ഡലം കൂടിയാണ് വൈക്കം. ഇവിടെയാണ് UDF മുന്നിൽ വരുന്നത്. വൈക്കത്തെ K ബിനിമോൻ അല്ലെ സ്ഥാനാർത്ഥി. K ബിനിമോന് 387 വോട്ടിന്റെ ലീഡ്.
കെ ബിനിമോന് 387 വോട്ടിന്റെ ലീഡ് വൈക്കത്ത്. വളരെ പ്രധാനപ്പെട്ട ഒരു മാറ്റമാണ് സംഭവിക്കുന്നത്. വൈക്കത്ത് 387 വോട്ടിന് കെ ബിനിമോൻ ലീഡ് ചെയ്യുന്നു എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വിവരം കൂടി പ്രേക്ഷകർക്കായി നൽകാനുണ്ട്. അങ്ങനെ എല്ലാ മേഖലയിലും വലിയ മുന്നേറ്റമാണ്. കെ അജിത്ത് പഴയ MLA അവിടെ BJP സ്ഥാനാർത്ഥിയായിരുന്നു. ഏതാണ്ട് 17,115 വോട്ട് ഇതിനകം പിടിച്ചിട്ടുണ്ട്. അജിത്ത് 17,115 വോട്ട് പിടിച്ച് അവിടുത്തെ LDFന്റെ പരാജയത്തിന് മുഖ്യ കാരണക്കാരനായി അജിത്ത് മാറി എന്നുള്ളത് നിർണായകമായ ഒരു കാര്യമാണ്. ലീഡ് ഉയർത്തി 3,659 വോട്ടായിട്ടാണ് ലീഡ് ഉയർത്തിയിരിക്കുന്നത്. പ്രശാന്ത് ചെറിയ ലീഡ് തുടരുന്നുണ്ട്. നാട്ടികയിൽ ഗീതാ ഗോപിയുടെ ലീഡ് 8,000. ടി സിദ്ദിഖ് കൽപ്പറ്റയിൽ 34,224 വോട്ടുകൾക്ക് മുന്നിലാണ്. ടി സിദ്ദിഖ് കൽപ്പറ്റയിൽ 34,334 വോട്ടുകൾക്ക് ടി സിദ്ദിഖ് മുന്നിലാണ്. വടകരയിൽ KK രമയുടെ ഭൂരിപക്ഷം 13,771 വട്ടിയൂർക്കാവിൽ പ്രശാന്ത് 34 വോട്ടുകൾക്ക് മാത്രം ലീഡ് ചെയ്യുന്നു. വട്ടിയൂർക്കാവിൽ അതിശക്തമായ ത്രികോണ മത്സരം. ശ്രദ്ധിക്കേണ്ട മണ്ഡലങ്ങൾ ഇതൊക്കെയാണ്. വട്ടിയൂർക്കാവ്, കഴക്കൂട്ടം, ചാത്തന്നൂർ, പാലക്കാട് അടക്കമുള്ള മണ്ഡലങ്ങളിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടം നടക്കുന്നു എന്ന് തന്നെയാണ് ഇപ്പോൾ ഏറ്റവും പുതിയതായിട്ട് ലഭിക്കുന്ന വിവരം. അവിടെ ഈ പറഞ്ഞതുപോലെ വലിയ തോതിലുള്ള ത്രികോണ മത്സരമുണ്ട്. അതിന്റെ ഫലമായാണ് ഇപ്പോൾ ഇത്തരത്തിൽ ചില മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ലീഡ് നില ഓരോ റൗണ്ടുകളിലും ഓരോ മിനിറ്റിലും മാറി മാറി വരികയാണ്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.